എൻ്റെയും മകൻ്റെയും കൊട്ടിയൂർ യാത്ര. രാവിലെ 5 മണിക്ക് കുറ്റ്യാടിയിൽ നിന്ന് KSRTC ബസ്സിൽ ഞങ്ങളുടെ കൊട്ടിയൂർ യാത്ര ആരംഭിച്ചു. പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് രാവിലെ 9:30 കൊട്ടിയൂരിലെത്തി. പശ്ചിമഘട്ട മലനിരകളുടെയും ബാവലി നദിയുടെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുണ്യമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ദക്ഷയാഗം നടന്ന സ്ഥലമായാണ് കൊട്ടിയൂർ വിശ്വസിക്കപ്പെടുന്നത്. സതീദേവി യാഗാഗ്നിയിൽ സ്വയം ദഹിച്ച പുണ്യഭൂമിയും തുടർന്ന് ശിവഭഗവാൻ വീരഭദ്രനെ സൃഷ്ടിച്ച് ദക്ഷനെ ശിക്ഷിച്ചതുമായ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ദക്ഷിണകാശി എന്ന പേരിലും അറിയപ്പെടുന്നു. ബാവലി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന അതുല്യമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഹിന്ദു പുരാണ പ്രകാരം ദക്ഷ പ്രജാപതിയുടെ യാഗം നടന്നത് ഇവിടെ വച്ചാണ്. ശിവഭഗവാനെ അപമാനിച്ചതിൽ മനംനൊന്ത സതീദേവി സ്വയം അഗ്നിയിൽ ദഹിക്കുകയും തുടർന്ന് ക്രുദ്ധനായ ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാവലി നദിയുടെ ഇരുകരകളിലായി സ്ഥിതി ചെയ്യുന്ന 2 ക്ഷേത്രങ്ങളാണ്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്ത് മാത്രമാണ് തുറക്കുന്നത്. പ്രകൃതിയും ആത്മീയതയും ഒരുമിക്കുന്ന അപൂർവ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ ഇവിടെ എത്തുമ്പോൾ മനസ്സിന് പ്രത്യേകമായ ശാന്തിയും ഭക്തിയും അനുഭവപ്പെടുന്നു. ആയിരക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നു. ബാവലി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന അതുല്യമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. മകനോടൊപ്പം ഈ പുണ്യസ്ഥലം സന്ദർശിക്കാനായത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. കൊട്ടിയൂർ ദർശനത്തിന് ശേഷം ഞങ്ങൾ കൊട്ടിയൂർ ചന്തയും സന്ദർശിച്ചു. ഭക്തജനങ്ങളാലും വിവിധ വ്യാപാര സ്ഥാപനങ്ങളാലും നിറഞ്ഞ ചന്ത ഉത്സവത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയായിരുന്നു. ഗ്രാമീണ സംസ്കാരവും ഭക്തിയും ഒരുമിക്കുന്ന ഈ ചന്ത കൊട്ടിയൂർ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. മാനന്തവാടി വഴി യാത്ര ചെയ്യുമ്പോൾ ചുരത്തിലെ കോടമഞ്ഞ് ഞങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവമായി. മലനിരകളെ പുതപ്പുപോലെ മൂടിയ വെളുത്ത മഞ്ഞും വളഞ്ഞുപുളഞ്ഞ ചുരം റോഡുകളും പച്ചപ്പാർന്ന കാടുകളും പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യം സമ്മാനിച്ചു. ചില നിമിഷങ്ങളിൽ മേഘങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവമായിരുന്നു. ഓരോ വളവിലും പുതിയ കാഴ്ചകളും തണുത്ത കാറ്റും മനസ്സിന് പ്രത്യേക സന്തോഷം നൽകി. കോടമഞ്ഞിൽ പൊതിഞ്ഞ വയനാടൻ മലനിരകൾ പ്രകൃതിയുടെ സ്വർഗം പോലെ തോന്നി. രാവിലെ 5 മണിക്ക് ആരംഭിച്ച ഞങ്ങളുടെ യാത്ര മാനന്തവാടി ചുരത്തിലെ കോടമഞ്ഞും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ദക്ഷിണകാശിയായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്താൽ അനുഗ്രഹീതമായി.